സന്ദീപ് വാര്യർക്ക് തുറന്ന കത്തുമായി പത്മജ വേണുഗോപാൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ മാത്രമേ കോൺഗ്രസ് സന്ദീപിന്റെ തോളിൽ കൈയിടുകയുള്ളൂവെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എടുത്ത് പുറത്തു കളയുമെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസ് താങ്കളെ കൊണ്ട് ചൂടുചോറ് വാരിക്കുകയാണ്. നിലവിലെ ഷോ നേതാക്കളുടെ കരുനീക്കങ്ങൾക്ക് ബലിയാടാകുന്ന സന്ദീപ് വാര്യരോട് സഹതാപം മാത്രമേ ഉള്ളൂവെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പത്മജ പറഞ്ഞു. പ്രിയപ്പെട്ട സന്ദീപ് വാര്യർക്ക്, 20 വർഷക്കാലത്തോളം BJP എന്ന പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും BJPയെ മരുന്ന് കഴിക്കും പോലെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന താങ്കൾക്ക് ഇപ്പോൾ നിലപാട് മാറ്റേണ്ടി വരും. കാരണം താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് പാളയത്തിലാണ്. പക്ഷെ തീർത്തും അന്തസ്സോ നിലവാരമോ ഇല്ലാത്ത പ്രസ്താവനകൾ നടത്താൻ താങ്കൾക്കിപ്പോൾ കഴിയുന്നത് കോൺഗ്രസ് കൂടാരത്തിലായതുകൊണ്ട് മാത്രമാകും. നിങ്ങളെ കോൺഗ്രസിലെ റീൽസ് ഷോ നേതാക്കൾ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്നത് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി ഉയർത്താനോ ഉന്നമനത്തിനോ ഒന്നുമല്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ തോളിൽ കൈയിട്ട് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എടുത്ത് പുറത്തു കളയും. ഒരു സഹോദരനോട് പറയുന്ന വാക്കുകളായി താങ്കൾ ഇത് കരുതിയാൽ മതി. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ജനാധിപത്യ മര്യാദയും അന്തസ്സുമാണ് നിങ്ങൾ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കുന്നത്. കോൺഗ്രസ് താങ്കളെ കൊണ്ട് ചുടുചോറ് വാരിക്കുകയാണ്. നിലവിലെ ഷോ നേതാക്കളുടെ കരുനീക്കങ്ങൾക്ക് ബലിയാടാകുന്ന സന്ദീപ് വാര്യരോട് എനിക്ക് സഹതാപം മാത്രമാണുള്ളത്. BJPയിൽ നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും സ്വന്തമാക്കി അതിരൂക്ഷമായി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഈ തരത്തിൽ യൂട്ടേൺ അടിക്കുമ്പോൾ ഉളുപ്പ് തോന്നുന്നില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. പിന്നെ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ജനിച്ചു വീണത് തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലാണ്. ഈ പാർട്ടിയിലെ ഒട്ടുമിക്ക ആളുകളുടെയും തനി നിറം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ ആ പാർട്ടി വിട്ട് പുറത്തു വന്നതിന് ശേഷവും വിമർശനങ്ങളിൽ മാന്യത കാണിച്ചിട്ടുണ്ട്. ഒരാൾക്കെതിരെയും വ്യക്തിഹത്യ നടത്താൻ BJP എന്ന പ്രസ്ഥാനം എന്നെ നിർബന്ധിച്ചിട്ടില്ല. പലരെയും കുറിച്ച് പലതും പറയാനുണ്ട്. പക്ഷെ ഞാൻ കാണിക്കുന്ന സംയമനത്തെ എന്റെ ദൗർബല്യമായി ആരും കാണരുത്. കോൺഗ്രസിൽ വെളുക്കച്ചിരിച്ച് നടക്കുന്ന പല നേതാക്കന്മാരുടെയും മുഖം മൂടി വലിച്ചു കീറാൻ പാകത്തിനുള്ള തെളിവുകളുണ്ട് എന്റെ പക്കൽ. പക്ഷേ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന എന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. സന്ദീപിന് പക്ഷേ അതില്ല. ഇതായിരുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം. എന്താണേലും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയും അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയുമായി തോന്നുന്ന 2 പേര് തമ്മിൽ അടിയിടുന്നത് കാണാൻ എന്താ രസമല്ലേ.